ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ തമ്പനയിൽ കണ്ടതുപോലെ തന്നെ എങ്ങനെയാണ് ഒരു ചുരിദാർ നമുക്ക് നമ്മുടെ കയ്യിലുള്ള ബഡ്ജറ്റിനനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്രയൊക്കെ മീറ്റർ വീതമാണ് വാങ്ങിക്കേണ്ടത് എന്നാണ് ഞാനിവിടെ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ ഇത് ആദ്യമായിട്ട് ഞാൻ ഈ കാണിക്കുന്നത് ഒരു വർക്ക് മെറ്റീരിയലാണ്. ഇത് 550 രൂപ ഒരു മീറ്ററിന് റേറ്റ് വരുന്നൊരു മെറ്റീരിയലാണ്. നിറച്ച് ബീഡ്സ് വർക്കാണ് ഇതിൻ്റെ ആ ഒരു ബോട്ടം പോർഷനിലൊക്കെ നല്ല ഹെവി ആയിട്ടുള്ള ഒരു ബീഡ്സ് ഹാൻഡ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മെറ്റീരിയലിൻ്റെ വീതി വരുന്നത് ഒരു 44 ഇഞ്ച് വിഡ്ത്താണ്. അപ്പോൾ അത് നമുക്ക് തികയത്തില്ല ഇറക്കത്തിന്. അപ്പം നമ്മൾ അതിനായിട്ട് ഈ ഒരു മെറ്റീരിയൽ നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു 2.5 മീറ്ററാണ്. നമ്മൾ കൈക്കും അതേപോലെ തന്നെ ഇതിൻ്റെ മുകൾ പോർഷനിലേക്ക് കുറച്ച് നമുക്ക് ഏപ്പ് കൂടി ഇട്ടെങ്കിൽ മാത്രമേ നമുക്കിതൊരു ലെങ്ത് നമുക്ക് തികയത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 2.5 മീറ്ററാണ് ആ ടോപ്പിന് വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത്. പിന്നെ ഇതാ ലേസ് നമ്മൾ വാങ്ങിയിട്ടുണ്ട്. ഒരു ലേസ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഹാൻഡ് വർക്ക് ആ ഒരു സെയിം മെറ്റീരിയലിൽ വരുന്ന അതേപോലെ വരുന്ന ഒരു ഹാൻഡ് വർക്ക് വരുന്നൊരു ലേസാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് ഏകദേശം ഒരു മീറ്ററിനടുത്തുള്ള ഒരു കട്ട് പീസായിരുന്നു. അപ്പോൾ 80 രൂപയായിരുന്നു അതിന് ആ ഒരു ലേസിന് ഒരു മീറ്ററിന് വിലയുണ്ടായിരുന്നത്. അപ്പോൾ അത് നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ ദാ ഈ ഒരു കട്ട് വർക്ക് വരുന്ന ഈ ഒരു ലേസാണ്, ക്രോഷ്യ ലേസാണ്. ഇത് സ്ക്വയറിൽ വരുന്ന ഒരു ലേസാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതാണ് നമുക്ക് മുകളിൽ ഏപ്പ് വയ്ക്കുമ്പം നമുക്കത് അറിയാതിരിക്കാൻ വേണ്ടി ജോയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു ലേസ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇതുപോലെ ഹൈറ്റ് നമുക്ക് നീളമൊക്കെ കുറഞ്ഞ തുണിക്ക് ഇതുപോലെ നമുക്ക് ആ ഒരു കണക്ഷൻ ലേസ് വെച്ചിട്ട് ഏപ്പ് വെച്ച് നമുക്ക് ഹൈറ്റ് കൂട്ടിയെടുക്കാൻ പറ്റും. ലെങ്ത് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ എടുക്കാൻ പറ്റുമേ. പിന്നെ ലൈനിങ് ഞാനിവിടെ മേടിച്ചിരിക്കുന്നത് ഓഫ് വൈറ്റ് കളർ സാറ്റിൻ്റെ മെറ്റീരിയലാണ്. അതൊന്ന് ഒരു 4.5 മീറ്ററാണ് വാങ്ങിയിരിക്കുന്നത്. നമ്മുടെ ബോട്ടത്തിനായിട്ടും അതേപോലെ ലൈനിങ്ങിന് 2.5 മീറ്ററുമായിട്ട് നമ്മൾ 4.5 മീറ്ററാണ് നമ്മൾ ടോട്ടലായിട്ട് ഈ ഒരു സാറ്റിൻ മെറ്റീരിയൽ നമ്മൾ എടുത്തിരിക്കുന്നത്. പിന്നെ ഇതാ ഇവിടെ ഞാൻ ഷോളിന് എടുത്തിരിക്കുന്നത് ഈ ഒരു ഗോൾഡൻ കളർ വരുന്ന ഈ ഒരു ജെറിയുടെ പോലത്തെ ആ ഒരു മെറ്റീരിയൽ വരുന്ന ആ ഒരു മെറ്റീരിയലിലുള്ള ഷോളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു മെറ്റാലിക് കളർ പോലത്തെ ഒരു ഷോളാണ് എടുത്തിരിക്കുന്നത്. ഇതിനും പെർ മീറ്റർ 160 വരുന്നത്. നമ്മളൊരു 2.25 മീറ്ററാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ കോസ്റ്റ് നമുക്ക് വരുന്നത് 2500 രൂപയാണ്. ഈ ലേസിനും എല്ലാം കൂടി ഉൾപ്പെടുത്തി നമുക്ക് ടോട്ടൽ മെറ്റീരിയൽ കോസ്റ്റ് മാത്രം വന്നിരിക്കുന്നത് 2500 രൂപയാണ്. അപ്പോൾ ഇതിൽ കുറഞ്ഞ മെറ്റീരിയൽ നമുക്ക് റേറ്റ് കുറവുള്ള മെറ്റീരിയൽ ആയാലും ഇതുപോലെ തന്നെ എടുത്ത് സെറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ ഷോളിന് ഞാൻ ഇതുപോലത്തെ ഒരു മീറ്ററിന് 10 രൂപ വരുന്നതാണ്. ഇതേപോലത്തെ ഒരു ഗോൾഡൻ ആ ഒരു കളറിൽ ആ ഒരു ഷെയ്ഡിലത്തെ തന്നെ ആ ഒരു ലേസ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് എടുക്കുമ്പം ഷോളിന് വെക്കാനാണെങ്കിൽ നമ്മൾ ഒരു 7 മീറ്റർ ലേസാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് വന്നിട്ടുള്ളത് ഒരു 2500 രൂപ കോസ്റ്റ് മാത്രമാണ്. നമ്മളിതേപോലെ ഒരു മെറ്റീരിയൽ വാങ്ങാൻ ചെല്ലുവാണെങ്കിൽ ഒരു ചുരിദാർ വാങ്ങാൻ ചെല്ലുവാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ നല്ല രീതിയിൽ എമൗണ്ട് നല്ല രീതിയിൽ നമുക്ക് കയറും. അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള മെറ്റീരിയൽസൊക്കെ നല്ല വർക്ക് ഹാൻഡ് വർക്കൊക്കെ ചെയ്ത മെറ്റീരിയലൊക്കെ കൊണ്ട് അടിപൊളി ചുരിദാർ ഇങ്ങനെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇങ്ങനെ നമുക്ക് തുണി മുറിച്ച് വാങ്ങിയാൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൈക്ക് ലെങ്ത് കൂട്ടുകയോ കുറയ്ക്കുകയോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുമേ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. നെക്സ്റ്റ് ഒരു പുതിയ ടോപ്പിക്കുമായിട്ട് നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരേക്ക് ബായ്.